Hi friends, നല്ല ചൂട് മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് രാവിലെ നല്ല മസാല ദോശ കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് വെച്ച് ഇന്നൊരു മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമുക്ക് ഹോട്ടലിൽ പോയാൽ നല്ല മുരിഞ്ഞ മസാല ദോശ ആ മസാലയും കൂട്ടിയിട്ട് കഴിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടയിൽ പോയിട്ടുള്ള കഴിപ്പൊന്നും നടക്കില്ല. ഈ സാധനം നമ്മുടെ വീട്ടിലുണ്ടാക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഐറ്റം മസാല ദോശയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മസാല ദോശ ഉണ്ടാക്കുക എന്നുള്ളത്, എന്തൊക്കെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളത് നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കാൻ പോകണം ആദ്യം തന്നെ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, 2 വലിയ ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ക്യാരറ്റ്, പിന്നെ ഒരു 4 സവാള, ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഒന്ന് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. ഒരുപാട് വേവിക്കൊന്നും വേണ്ട, ഒരു 2 വിസിൽ, മാക്സിമം 2 വിസിൽ, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് 2 വിസിൽ വന്നാൽ മതി. അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കടുകും മുളകും ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ശരിക്കും മൂത്താൽ നമുക്ക് കറിവേപ്പില ഇട്ട് അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. വല്ലാതെ സോഫ്റ്റായി പോകണ്ട, കുറച്ചൊരു കടി വേണം മസാല ദോശയിലെ സവാളയ്ക്ക്, മസാലയിലെ സവാളയ്ക്ക്. അപ്പോൾ ഒന്ന് നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇവിടെയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മഞ്ഞൾപ്പൊടി ആയാൽ വല്ലാതെ മഞ്ഞ കളറായിരിക്കും. 1/4 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ എടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിനകത്തുള്ള വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ആദ്യം തന്നെ കുറച്ച് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങൊന്ന് ചെറുങ്ങനെ ഉടച്ചു കൊടുക്കുക, വല്ലാതെ അലിഞ്ഞു പോകരുത്, ചെറുങ്ങനെ ഉടച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ല് കിട്ടും മസാലയ്ക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതാണ്, നിർബന്ധമുള്ള കാര്യമല്ല. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒന്നുകൂടി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആ മൂടി ഇങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ ആ സ്മെല്ലും ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. നമ്മുടെ മസാല ദോശയുടെ മസാലയുടെ സ്മെല്ലും ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ മസാലയുടെ പണി കഴിഞ്ഞു. ഞാൻ അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ദോശമാവിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്നും 1 സ്പൂൺ ഉലുവയും കുതിർത്ത് വെച്ചിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ച് അരച്ചെടുത്തതാണ്. അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ചോറും കൂടെ ആഡ് ചെയ്ത് അരച്ചെടുത്തതാണ്. പാകത്തിന് ഉപ്പ് ഇട്ട് റെഡിയാക്കി തലേന്ന് എടുത്തു വെച്ചതായിരുന്നു. പിന്നെ അതിനെക്കൊണ്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ദോശ നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. നല്ല കല്ല് നന്നായി ചൂടായതിന് ശേഷം വേണം കേട്ടോ ദോശ ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മൊരിച്ചിൽ കിട്ടില്ല. ഇനിയിപ്പോൾ ഏകദേശം ആ ഒരു ബ്രൗൺ കളർ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഒന്ന് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചട്ടുകം കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് പൊന്തിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടാം. നല്ല ക്രിസ്പി ദോശയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ആ ദോശ നമുക്ക് വേണ്ട ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇപ്പോൾ എടുക്കുന്നത്. നല്ല ചൂടുള്ള മസാല ദോശ ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അത് ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ മസാല ദോശ അതിനകത്തുള്ള മസാലയും ചട്നിയും സാമ്പാറും എല്ലാം കൂടെ കൂട്ടിയൊരു പിടി അങ്ങോട്ട് പിടിച്ചാൽ കിട്ടുമായിരിക്കും. മസാല ദോശ കണ്ട് കൊതിയായി എല്ലാവർക്കും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തിനാ വെറുതെ മിസ് ചെയ്യുന്നതല്ലേ? ലോക്ക്ഡൗൺ ആണ്, ഹോട്ടലിൽ പോകാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കാം. വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഇവരെ എത്തിക്കാൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഞാൻ ലക്ഷ്മി മനോജ് കുമാർ സൈനിങ് ഓഫ്.